ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അകത്തേക്ക് നമ്മുടെ സ്വയം പ്രതിരോധം മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയിൽ വരുന്ന കുട്ടികൾക്കുള്ള സ്വയം പ്രതിരോധ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങി കൊടുത്തായി 3 ക്ലാസ് കഴിഞ്ഞു. 4ാമത്തെ ക്ലാസ്സാണ് ഈ. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സസൈസ്, പിന്നെ നമ്മളെ കുറച്ച് മൂവ്മെൻറ്റ്സ്. അത് കഴിഞ്ഞാൽ കൈകൊണ്ട് 2 അറ്റാക്ക്. നമ്മളെ കൈകൊണ്ട് ലോക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ ലോക്കുകളൊന്നും നമ്മളെക്കാളും വലിയ ശക്തിയുള്ള ആൾക്കാരെ അത് പെട്ടെന്ന് ലോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് സ്പീഡ് വേണം. പിന്നെ അയാൾ ടയർഡായി കഴിഞ്ഞാൽ ടയർഡായി കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ചില നിങ്ങൾ ഡ്യൂട്ടിക്കെല്ലാം പോയി കഴിയുമ്പോൾ, പോലീസിലേക്കും പട്ടാളത്തിലേക്കും പോയി കഴിയുമ്പോൾ, ചില സ്ട്രീറ്റിൽ ചില കള്ളുകൂടിയന്മാർ അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും കഞ്ചാവ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വയലൻ്റായിട്ട് കളിക്കുന്നുണ്ടാവും. അവരെയൊക്കെ പിടിച്ച് കെട്ടാൻ മടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരൊക്കെ കസ്റ്റഡിയിലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലെ അറിവുകളെ, സ്വയം പ്രതിരോധം അല്ലെങ്കിൽ ലോക്കുകളെ കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് അവരെ ലോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്നലെ ഞാൻ കാണിച്ചാൽ ഒരാളെ വലിച്ചിട്ട് ഈസിയായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ലോക്ക് ഈ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചാൽ ശ്രദ്ധിക്കുക. നമുക്ക് ഒരാളെ ചുറ്റി കൊണ്ടുപോകണം, ഒറ്റയടിപ്പാതയിലൂടെ പോകണം, അല്ലെങ്കിൽ കണ്ടത്തിൻ്റെ വരമ്പിലൂടെ, വയലിൻ്റെ വരമ്പിലൂടെ പോകണം. അയാളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്ത് കൊണ്ടുപോകാം. എനിക്ക് ചിലപ്പോൾ വരില്ല, വാടാന്ന് പറഞ്ഞ വരും. അവിടെ കിടന്ന് ടൗണിൽ കിടന്ന് കച്ചറ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂളായിട്ട് പോലീസുകാർക്ക് ഇതേപോലെ വലിച്ചിട്ട് കൈ ലോക്ക് ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ലോക്കായി. കേട്ടോ, സിമ്പിളാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ലോക്കുകളുണ്ട്. ഇതെല്ലാം ഫോഴ്സിലേക്ക് പോകും. നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നേരെ നിൽക്കുന്ന ഒരാൾ, മുമ്പിൽ നിൽക്കുന്ന ആൾ പെട്ടെന്ന് നമ്മൾ അടിക്കും. ഈ അടിക്കുന്ന സമയത്ത് നമ്മൾ തടുക്കുന്നതോടുകൂടി ഇതുണ്ടോ, ഈ പോയിന്റിലേക്ക് ഉണ്ടോ, ഇവിടെ ശക്തിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആൾ വീണ് പോകും. മാത്രമല്ല ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. പെട്ടെന്ന് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതുണ്ടോ, ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം ഇല്ല, ഈ ഭാഗത്ത് മാത്രം സാധനം തൂങ്ങിക്കിടക്കും, കഴുത്ത് തൂങ്ങിക്കിടക്കും, തല മൊത്തം. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അത്. വളരെ അപ്പൊ അത്യാവശ്യ കാര്യത്തിൽ മാത്രമേ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങളെ ഞാനിത് പഠിപ്പിച്ചു തരുന്നതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ പോയി പരീക്ഷിക്കാനോ പാവപ്പെട്ടവരുടെ മേത്ത് ഉപയോഗിക്കാനോ പാടില്ല. നിവൃത്തിയില്ലെങ്കിൽ മാത്രം കേട്ടോ. ഇത് പെട്ടെന്ന് ഈ അടി തടുക്കുന്നതോടുകൂടി ഈ മൂവ്മെന്റ് മനസ്സിലാകുന്നു. അടുത്ത് 2ാമത് നോക്കിയോ, അടിക്കും. ഇതാ ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ ഈ കൈ കൊണ്ട് ഇവിടെ അടിച്ചു കഴിഞ്ഞോടി നമ്മൾ കൈ മടക്കിയിട്ട് നേരെ പിടിച്ചോ. ഈ കൈ മടക്കിയിട്ട് ഈ ഭാഗം കൊണ്ട് നല്ല ശക്തിയിൽ ഈ ഭാഗത്ത് അടിക്കുന്നു. അന്നേരം തന്നെ ബോഡി എന്ത് ചെയ്യും, ഇങ്ങനെ അടിക്കുന്നതോടുകൂടി കുറച്ച് ബോഡി മുമ്പോട്ട് വരും. ഇങ്ങനെ അടിച്ചോടുകൂടി തന്നെ ഇതാണ്ടോ ഈ അടി. 2ാമത്തെ 2 കൈ മടക്കിയിട്ടാണ്. അപ്പൊ നമ്മളെ ഫോറാമിന് നല്ല പവർ വേണം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഈ ഭാഗത്തേക്ക് നമ്മൾ അടുത്തേക്ക് വരുന്ന ആൾക്കാർ അറ്റാക്ക് ഒന്ന് നമ്മൾ ജമ്പ് ചെയ്ത് ചെയ്യേണ്ടി വരും, ഹൈറ്റ് കൂടുതൽ ആളാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഈ 2 ഇപ്പൊ കാണിച്ചു തന്ന 2 മൂവ്മെന്റ്. ഒന്ന് ആദ്യം നമ്മൾ ഇങ്ങനെ അടിക്കുന്നു, ഈ ഭാഗത്തേക്ക് കൈ കുറച്ച് പോകും, ഇവിടെ അടി വരിക. ഈ ഭാഗത്തേക്ക് ശക്തിയിൽ അടിക്കുന്നു, അപ്പൊ തന്നെ ആള് മുമ്പോട്ട് വരും. ആ സമയത്ത് തന്നെ ഈ കൈ കൊണ്ട് അടിക്കുക. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഈ സൈഡ് ഇങ്ങനെ അടിക്കുക. മറ്റേത് ഈ രീതിയിലേക്ക് ഉണ്ടാ. പിന്നെ പവർ ഉണ്ടാ, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, പോയി ആള് പോയി. അപ്പൊ ഈ 2 മൂവ്മെന്റ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, കൈ കൊണ്ട് പിടിക്കാം. നേരെ ശക്തമായി തട്ടുമ്പോൾ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, നല്ല പവർ തട്ടി പഠിക്കണം. ഈ കൈ എടുക്കുമ്പോൾ ഇവിടം വരെ വരണം, ബ്ലോക്ക്. നല്ല പവർ. റെഡി, വെറുതെ സ്റ്റാർട്ട്. റെഡി, സ്റ്റാർട്ട്. നല്ല പവർ, നല്ല മുമ്പോട്ട് നല്ല പവർ, നല്ല പവർ. നേരെ താഴോട്ട് വലത് കൈ ആദ്യം എടുക്കണം. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. നല്ല പവർ. താഴോട്ട് മുമ്പോട്ട് മാത്രമല്ല. അടിക്കാനൊക്കെ പഠിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കുകൾ കൂടെ വേണം. അതിന് കൂടെ തന്നെ അടി കൂടാനുള്ള അറ്റാക്ക്, പെട്ടെന്നുള്ള അറ്റാക്ക് നമുക്ക് പഠിക്കണം. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക്. അതിലൊന്നാണ് നമ്മൾ നേരത്തെ ഈ കൈ കൊണ്ടുള്ള ഈസിയാണിത്. ഇതാരും പ്രതീക്ഷിക്കൂല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് റേഞ്ചിൽ നിൽക്കുമ്പോൾ മുഖത്തേക്ക് നോക്കി നിൽക്കണം. കാരണം ഡിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡിച്ച് മീൻസ് നിറതല കൊണ്ട് ഇവിടെ അടിക്കും മൂക്കിന്, അപ്പോൾ ബ്ലഡ് വരും. മറ്റു ചില സ്റ്റേറ്റിലൊക്കെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അടി കിട്ടും, അടുത്ത് പോയി നിന്നാൽ. അപ്പോൾ നമ്മൾ നല്ല കോൺസെൻട്രേഷൻ വേണം. ഇയാൾ അടിച്ചു അല്ലേ, അടിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ട്, വെയിറ്റ് വന്നില്ല. കാരണം വലത് കാല് കയറി അടിക്കാനാണ് പഠിപ്പിച്ചത്. അങ്ങനെ അടിച്ചില്ല, അവിടെ വെയിറ്റ് കുറഞ്ഞു. റെഡി, കേട്ടോ. അടിക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, കേട്ടോ. 1 2 ഇതാ 1 ഇവിടെ തടുത്തു. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ തടുക്കുമ്പോൾ എന്ത് ചെയ്യാം, 1 തട്ടി, 2ാമത് ഇവിടെ തട്ടി വേണം, 3ാമത്തേനെ തള്ളിയിടാം. ഇത് അതല്ല, ഇത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെ തട്ടി ആ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ കൊണ്ട് പഞ്ച് ചെയ്യാണ്. ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് ഈ 2 ഇതെല്ലാം പൊട്ടിപ്പോവും, ഈ വള്ളിയെല്ലാം പൊട്ടിപ്പോവും. അത്ര പവറായിരിക്കും. അപ്പൊ ഇവിടെ പവർ വേണം നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊടുക്കും അല്ലേ. താടിയിലിന് അത്യാവശ്യം ബലമുണ്ട്. ഇവിടെ നമ്മുടെ പവറിൽ, ഇവിടെ നമുക്കൊരു ബലമില്ല, പവറില്ല, തയമ്പില്ലെങ്കിൽ നമുക്കിവിടെ പൊട്ടും. അപ്പൊ ഇവിടെ തയമ്പ് വരാൻ പറ്റില്ല. അടുത്ത അതാണ്
ഇവിടെ കുറച്ച് തായ്പാക്കണം. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് പഠിപ്പിക്കുമല്ലോ, ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ മുഴ വരും, അത് തയ്പായി മാറും. പക്ഷെ അത് കൂടാതെ നമ്മളിവിടെ ഈ മൂവ്മെന്റ് ചെയ്താൽ 1 2 3 4 ഈ സൈഡ് 1 2 3 4 ഇതേ രീതിയിൽ നിങ്ങൾ ഒരു 100 പ്രാവശ്യം ഡെയിലി ചെയ്താൽ ഇവിടെ നല്ല തയ്പാണ്, പവറാണ്. ഏത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുക. ഇനി രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ആ കൈ മടക്കി ഈ ഭാഗം കൊണ്ട് തന്നെ ഈ വരുന്ന അടിയിൽ നമ്മൾ ശക്തമായിട്ട് കൂടെ അടിച്ചു. ഈ അടിയിൽ തന്നെ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ബോഡി മുമ്പോട്ട് വരും. ആ സമയത്ത് ഈ ഭാഗം കൂടെ അടിക്കും, ചെവിയുടെ ഭാഗത്തേക്ക്. ഈ രണ്ടും ഓർത്തിരിക്കാം. നിങ്ങൾ പ്രയോഗിക്കേണ്ട, നല്ല നിരന്തരം പ്രാക്ടീസ്. നമ്മുടെ ഫ്രണ്ടിലേക്ക് കിക്ക് ചെയ്ത് കയറും. ഒറ്റ പ്രാവശ്യമല്ല, പല പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാണ്. ആദ്യത്തെ ഒരു ചവിട്ടിന് വീടില്ല, അല്ലാതെ പുറകോട്ട് മാറും. വീണ്ടും ചവിട്ട് വരുന്ന പ്രതീക്ഷിക്കില്ല. അതാണ് നിങ്ങളിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. വീണ്ടും ഒരു 10 പ്രാവശ്യം കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 1 2 ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചു പോവാം. നല്ലോണം കാല് പോകണം. ഈ ഭാഗത്തേക്കാണ് ലക്ഷ്യം വെക്കേണ്ടത്. ക്ലിയർ ആയോ? റെഡി, സ്റ്റാർട്ട്. അപ്പൊ ഇവിടെ ഈ ഭാഗത്തേക്കാണ് അടി കൊള്ളുന്നത്. ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞു തരില്ല, പക്ഷെ ലക്ഷ്യം അതാണ്. ഇത് തെറിച്ച് പോകണം. ഇപ്പൊ 5-6 ചവിട്ടുമ്പോ എത്ര ആള് മാറിയാലും ഓരുണ്ടെങ്കിൽ കൊള്ളും, അത് മതി. ഏറ്റു വീഴും ആള്. ഓക്കെ, ശ്രദ്ധിക്കുക. വലത് കൈയും വലത് കാലം കയറി അടിക്കുക, തിരിഞ്ഞടിക്കണം. ഈ ഭാഗത്തേക്ക് അടിക്കണം. രണ്ടാമത്തെ അടി ഈ ഭാഗത്താണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെ അടി കൊള്ളുമ്പോൾ കൈ പൊക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ